പവിത്രത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാത്രിയിൽ വിക്രമിൻ്റെ റൂമിൽ കിടക്കാനായി വേദ വരുന്നുണ്ട്. നീ എന്താ ഇവിടെ എന്ന് വിക്രം ചോദിക്കുമ്പോൾ ഞാനിവിടെ കിടക്കാൻ വന്നതാ. അച്ഛമ്മ അന്ന് എന്നെ ഈ റൂമിലാക്കിയിട്ടല്ലേ പോയത്. അതിൻ്റെ വാലിഡിറ്റിയൊക്കെ തീർന്നെന്ന് വിക്രം പറയുമ്പോൾ വാലിഡിറ്റി തീർന്നെങ്കിൽ റീചാർജ് ചെയ്യണം. അതിനുള്ള വഴിയൊക്കെ എനിക്കറിയാമെന്ന് താഴെ പായ വിരിച്ചുകൊണ്ട് വേദ പറയുന്നുണ്ട്. തറവാട്ടിൽ പോയി എല്ലാ ചടങ്ങും കഴിഞ്ഞു. ഫസ്റ്റ് നൈറ്റും കഴിഞ്ഞ സ്ഥിതിക്ക് എന്ന് വേദ പറയുമ്പോഴേക്കും ഏത് ഫസ്റ്റ് നൈറ്റ്, നമ്മൾ തമ്മിൽ ഒരു നൈറ്റും കഴിഞ്ഞിട്ടില്ല. വേഷം കെട്ടെടുക്കല്ലേ എന്ന് വിക്രം പറയുമ്പോൾ വേഷം കെട്ടാൻ നിങ്ങൾ പറഞ്ഞിട്ടല്ലേ നെറ്റിയിലെ പൊട്ട് മാറ്റി വെച്ചതും മൊഴിയടിച്ചിട്ടതുമെല്ലാം. അത് അപ്പോൾ അച്ഛമ്മയെ സോപ്പിടാനുള്ള തട്ടിപ്പല്ലായിരുന്നു. ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കി നാണം കെടുത്തല്ലേ. നീ ഇപ്പോഴും പഴയതുപോലെ വേറെ ആരോ ആണ് എനിക്ക്. വേഗം ഇറങ്ങാൻ നോക്ക്, ഇല്ലെങ്കിൽ ഞാൻ വലിച്ചു പുറത്തേക്കെറിയും എന്ന് വിക്രം പറയുമ്പോൾ ഭീഷണിയാണോ എന്ന് അതൊന്ന് കാണണല്ലോ എന്ന് പറഞ്ഞ് വേദ അച്ഛമ്മയെ വിളിക്കാൻ തുടങ്ങാം. നീ എന്തിനാ മുതുക്കിയെ ഇപ്പോൾ വിളിക്കണമെന്ന് വിക്രം ചോദിക്കുമ്പോഴേക്കും കോളെടുത്ത അച്ഛമ്മ അത് കേൾക്കുക. ആരടാ മുട്ടാള മുതുക്കി, നിന്റെ അച്ഛൻ വരെ അങ്ങനെ വിളിച്ചിട്ടില്ല കേട്ടോടാ വെട്ടുപോത്തെ, കൊമ്പൻ ചെല്ലി, ചതിയമ്പാറ്റെ, അരുണബുദ്ധി എന്നൊക്കെ അച്ഛമ്മ ദേഷ്യത്തോടെ വിക്രത്തിനെ വിളിക്കട്ടോ. എന്നിട്ട് വേദയോട് എന്താ അവൻ്റെ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട്. എന്നോട് മുറിയിന്ന് ഇറങ്ങിപ്പോവാൻ പറയുമെന്ന് വേദ പറയുമ്പോൾ അടുത്ത ബസ് കയറി ഞാനങ്ങോട്ട് വരേണ്ടി വരുമെന്ന് അച്ഛമ്മ പറയുന്നുണ്ട്. ഇത് കേട്ട് തമാശ പറഞ്ഞതാ, സോറി എന്നൊക്കെ വിക്രം പറയുക. അപ്പോൾ വേദയെ വിളിച്ച് മുതുക്കിന്ന് വിളിച്ചതിന് പകരം ഞാൻ അവനെ വിളിച്ച പേരൊക്കെ അങ്ങോട്ട് വിളിച്ചോന്ന് അച്ഛമ്മ പറയുന്നുണ്ട്. അവൻ എന്തെങ്കിലും അഹങ്കാരം കാണിച്ചാൽ എന്നെ വിളിച്ചാൽ മതിയെന്ന് അച്ഛമ്മ പറയുമ്പോൾ ശരി അച്ഛമ്മയെന്നും പറഞ്ഞ് വേദ കോൾ നിർത്തുക. എന്നിട്ട് വേദ നിൽക്കണോ പോണോന്ന് വിക്രത്തോട് ചോദിക്കുമ്പോൾ കിടന്നോ, കുറച്ച് ദൂരെ മാറിക്കിടക്കണം, നിന്നോട് എനിക്ക് ഇഷ്ടമില്ലെന്ന് വിക്രം പറയുമ്പോൾ തറവാട്ടിൽ വെച്ച് നമ്മൾ ജീവിതം തുടങ്ങിയെന്ന് വിചാരിച്ചിരിക്കുന്ന അമ്മയെ വിശ്വസിപ്പിക്കാനാണ് ഇങ്ങോട്ട് വന്നത്, അല്ലാതെ തന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ല മരമാക്രീന്ന് വേദ പറയുമ്പോൾ വിക്രം ദേഷ്യപ്പെടുക. അപ്പോൾ വേദ അച്ഛമ്മ വിളിച്ച പേരുകളൊക്കെ വിളിച്ച് ഗുഡ് നൈറ്റും പറഞ്ഞ് താഴെ കിടന്നുറങ്ങുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ വിക്രത്തിന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്ന കമലയാണ് കാണിക്കുന്നത്. വേദ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോഴാണ് വിക്രത്തിനൊരു കോൾ വരുന്നത്. ഞാൻ ശ്രീനിവാസൻ സാറിൻ്റെ വീട്ടിൽ പോയിട്ട് വർക്ക്ഷോപ്പിലേക്ക് വരുമെന്ന് പറഞ്ഞ് വിക്രം കോൾ വയ്ക്കുക. ഇത് കേൾക്കുന്ന വേദ വിക്രത്തെ ശ്രീനിയിൽ നിന്നും അകറ്റാൻ എന്താ വഴി, ഇന്നത്തെ പോക്ക് എങ്ങനെയും മുടക്കണം എന്നൊക്കെ ആലോചിച്ചിരിക്കുന്നുണ്ട്. ഒരു വഴി കണ്ടെത്തിയ വേദ തിരിച്ചു വന്നിട്ട് താലി കെട്ടിയ അമ്പലത്തിൽ പോയി വഴിപാട് നടത്താൻ അച്ഛമ്മ പറഞ്ഞിട്ടുണ്ട്. വിക്രമിനെയും കൂട്ടി പോണെന്നും പറയാ. അച്ഛമ്മ പറഞ്ഞ പേരൊന്നും എന്നെ വിളിക്കാൻ നിൽക്കണ്ട, വിക്രന്ന് വിളിച്ചാൽ മതിയെന്ന് അവൻ പറയുമ്പോൾ നല്ല പേരല്ലേ, വിളിച്ചോട്ടെ എന്ന് കമലാമ്മ ചോദിക്കുക. എനിക്കിഷ്ടമല്ല എന്ന് വിക്രം പറയുമ്പോൾ സമ്മതിച്ചു, പക്ഷെ നമ്മൾ രണ്ടാളും കൂടി അമ്പലത്തിൽ പോകണമെന്ന് വേദ പറയാം. ആ തള്ള അങ്ങനെയൊക്കെ പറയും, അത് കേട്ട് നമ്മൾ തുള്ളാൻ നിൽക്കണോ, തള്ളേന്നൊക്കെ അച്ഛമ്മയെ വിളിക്കാൻ പാടുണ്ടോ എന്ന് കമലാമ്മ ചോദിക്കുക. പകരം വിളിക്കാൻ ഏൽപ്പിച്ച പേരുകൾ എനിക്കും വിളിക്കേണ്ടി വരുമെന്ന് വേദ പറയുമ്പോൾ അതെന്ത് പേരെന്ന് കമലാമ്മ ചോദിക്കുക. വേദ അത് പറയാൻ തുടങ്ങുമ്പോഴേക്കും അങ്ങനൊന്നുമില്ല, ഞാനിനി അച്ഛമ്മയെ അങ്ങനെ വിളിക്കുന്നില്ല. 70 വയസ്സ് കഴിഞ്ഞ ആ യുവതി പറഞ്ഞ കാര്യം ചെയ്യാൻ എന്നെക്കൊണ്ടാവില്ല, ഇവളെയും കൊണ്ട് നാട് ചുറ്റാൻ എന്നെക്കൊണ്ട് വയ്യ എന്ന് വിക്രം പറയുമ്പോൾ കമല അവനെ കുറെ ഉപദേശിക്കുന്നുണ്ട്. പിന്നീട് കമലയുടെ നിർബന്ധം കാരണം വിക്രം അമ്പലത്തിൽ പോവാൻ സമ്മതിക്കുക. പിന്നീട് അമ്പലത്തിൽ പോവാൻ റെഡിയായി വന്ന വേദയെ കണ്ട് വിക്രം മതിമറന്നു നിൽക്കുന്നതാണ് കാണിക്കുന്നത്. ഇത് കണ്ട വേദ എന്താന്ന് തലയാട്ടി ചോദിക്കുമ്പോൾ വിക്രം വേഗം ചെന്ന് ബൈക്ക് എടുക്കുക. കമലയോട് യാത്ര പറഞ്ഞിറങ്ങുന്ന വേദ ബൈക്കിൽ കയറുമ്പോൾ വിക്രത്തിന്റെ ദേഹത്ത് തട്ടുന്നുണ്ട്. മുട്ടിയിരിക്കാതെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്ന വിക്രം പറയുമ്പോൾ സുന്ദരി പെണ്ണുങ്ങളെയും കൊണ്ട് പുറത്തു പോകുമ്പോൾ ഗട്ടറിൽ ചാടിക്കണ ഏർപ്പാട് നിങ്ങളും ചെയ്യരുതെന്ന് വേദ പറയുക. സുന്ദരിയോ നീയോ എന്ന് വിക്രം ചോദിക്കുമ്പോൾ സെറ്റും മുണ്ടും ഉടുത്ത് ഇറങ്ങിയപ്പോൾ കണ്ണുമിഴിച്ച് നോക്കി നിന്നല്ലോ, അത് പിന്നെ എന്തിനാന്ന് വേദ ചോദിക്കുക. അച്ഛൻ്റെ വാഴത്തൊപ്പിലേക്ക് പറ്റിയ കോലമാണല്ലോ എന്ന് വിചാരിച്ച് നോക്കിയതാന്ന് വിക്രം പറയാം. അതിനും പറ്റില്ലല്ലോ സുധാകര മാഷിൻ്റെ ഇളയ മോനെന്ന് വേദ. ഇതൊക്കെ കണ്ട് പോവാൻ നോക്കുന്ന കമല പറയുമ്പോൾ അവർ ബൈക്ക് ഓടിച്ച് പോകുന്നുണ്ട്. പതുക്കെ ബൈക്ക് ഓടിക്കുന്നത് കണ്ട് എന്നെ വെച്ച് കുറേ ടൈം യാത്ര ചെയ്യാനാണോ ഇങ്ങനെ ഓടിക്കുന്നതെന്ന് വേദ ചോദിക്കുന്നുണ്ട്. വേസ്റ്റ് കൊട്ട പുറകിൽ വെച്ച് ഓടിക്കുമ്പോൾ ആരെങ്കിലും സ്പീഡിൽ ഓടിക്കുമോ എന്ന് വിക്രം ചോദിക്കുക. തന്നെ വേസ്റ്റ് എന്ന് വിളിച്ചെന്ന് പറഞ്ഞ് വിക്രത്തെ ബൈക്കിലിരുന്ന് ഇക്കിളിയാക്കുന്നുണ്ട്. അപ്പോൾ ബൈക്കിൻ്റെ കൺട്രോൾ പോയിട്ട് അത് നിർത്തിയിട്ട് ഏത് അമ്പലത്തിലേക്കാണ് പോകേണ്ടതെന്ന് വിക്രം ചോദിക്കുന്നുണ്ട്. പറഞ്ഞ അമ്പലം ദൂരെയാണ്, അടുത്തുള്ള ഏതെങ്കിലും അമ്പലത്തിൽ പോവാമെന്ന് വിക്രം പറയുമ്പോൾ അച്ഛമ്മയോട് പറയാമെന്ന് പറഞ്ഞ് വേദ ഫോൺ എടുക്കുക. അത് കണ്ട വിക്രം പോവാമെന്ന് സമ്മതിക്കുന്നുണ്ട്. പിന്നീട് അവർ രാധയുടെ ഓട്ടോ സ്റ്റാൻഡ് വഴി പോവുകയാണ്. രാധ ഓട്ടോയിൽ നിന്നിറങ്ങി അവരെ നോക്കുക. വേദ ചിരിച്ചോണ്ട് അവളെ നോക്കുന്നത് കണ്ട് രാധയ്ക്ക് നല്ല ദേഷ്യവും വിഷമവും വരുന്നുണ്ട്. പിന്നീട് അവർ പോലീസ് ചെക്കിംഗ് നടത്തുന്ന സാബു സാറിൻ്റെ അടുത്തേക്കാണ് എത്തുന്നത്. ഹെൽമെറ്റ് ഇടാത്ത വിക്രത്തെ കണ്ട് ഇവിടെ തടഞ്ഞ് മാറ്റി നിർത്തുന്നുണ്ട്.
ഡോക്യുമെന്റ്സ് കാണിക്കുമ്പോൾ ഇൻഷുറൻസ് കഴിഞ്ഞല്ലോ എന്ന് സാബു സാർ പറയാ. ഫൈൻ അടച്ചോളാന്ന് വിക്രം പറയുന്നുണ്ട്. ഡോക്യുമെന്റ്സും ഇല്ലാതെ വണ്ടി ഓടിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് അയാൾ ആ ഡോക്യുമെന്റ്സ് കത്തിക്കുക. തോന്നിവാസം കാണിക്കുന്നത് നീയല്ലേടാ. എന്നിട്ട് കോടതിയിൽ വാദിക്കാൻ ഭാര്യയുടെ പൂർവ്വകാമുകനും വരും. ഇത് കേട്ട് വേദ മര്യാദയ്ക്ക് സംസാരിക്കണമെന്ന് പറയും. വണ്ടി കൊണ്ട് നടക്കുന്നത് പോലെ വേണ്ടത്ര ഡോക്യുമെന്റ്സ് ഒന്നും ഇല്ലാതെയല്ലേ ഇവളെയും കൊണ്ട് നടക്കുന്നെന്ന് അയാൾ വിക്രത്തെ പ്രകോപിപ്പിക്കാൻ നോക്കുക. വല്ല ഹോട്ടലും റെയ്ഡിൽ പിടിച്ച ഇവൾ ആരാന്നാ നീ പറയാ, പിമ്പോ അതോ സെറ്റപ്പോ എന്ന് അയാൾ ചോദിക്കുമ്പോൾ വിക്രം അയാളുടെ കഴുത്തിന് പിടിക്കുക. ഇതൊക്കെ മൊബൈലിൽ ഒരു പോലീസുകാരൻ വീഡിയോ എടുക്കുന്നുണ്ട്. എല്ലാം കണ്ട് വിഷമിച്ച് നിൽക്കുന്ന വേദയോട് നീ വീട്ടിൽ പോയി, ഇതെനിക്ക് മനഃപൂർവ്വം തരികയെന്ന പണിയാണെന്ന് വിക്രം പറയുന്നുണ്ട്. എന്നിട്ട് വിക്രം അയാളെ പിടിച്ച് തള്ളി നിലത്ത് വീഴ്ത്തുക. നിലത്തൊന്ന് എണീറ്റ് അയാൾ എല്ലാം പതിഞ്ഞില്ലേന്ന് വീഡിയോ എടുക്കുന്ന പോലീസുകാരനോട് ചോദിക്കുക. യൂണിഫോമിൽ നിൽക്കുന്ന പോലീസുകാരൻ്റെ മേൽ കൈവയ്ക്കുന്നു എന്ന് ചോദിച്ച് വിക്രത്തെ പിടിച്ച് വണ്ടിയിൽ കയറ്റാൻ പറഞ്ഞിട്ട് വേദയോട് പറയുന്നുണ്ട്, വക്കീലിനെയും കൂട്ടി സ്റ്റേഷനിൽ എത്തിയേക്കണം, അപ്പോഴേക്കും ഞങ്ങൾ തമ്മിലൊരു കണക്ക് തീർക്കാനുണ്ടെന്ന് പറഞ്ഞ് അവർ വിക്രത്തിനെയും കൊണ്ട് പോവുക. പിന്നീട് കാണിക്കുന്നത് വിക്രത്തിനെ കയ്യും കാലും കെട്ടിയിട്ട് കമഴ്ത്തി കിടത്തി പൊതിരെ തല്ലി തൻ്റെ പക തീർക്കുന്ന സാബുവിനെയാണ്. വിക്രം വേദന കൊണ്ട് പുളയുന്നുണ്ട്. ഇത്രയ്ക്ക് വേണമെന്ന് ഒരു പോലീസുകാരൻ ചോദിക്കുമ്പോൾ വേണം. ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ മയക്കുമരുന്നിൻ്റെ സാന്നിധ്യം വേണം. ബാക്കി തൊണ്ട് മുതൽ മയക്കുമരുന്നുപയോഗിച്ച് പോലീസ് ഓഫീസറെ ആക്രമിച്ചു എന്ന് പറഞ്ഞ് കോടതിയിൽ ഞാൻ ഹാജരാക്കും. ആരാ ഇറക്കാൻ വരുന്നതെന്ന് കാണാലോ എന്ന് പറഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ CI സാർ പുറത്തു നിൽപ്പാണ്. എന്താ ഇവിടെ നടക്കുന്നെന്ന് CI ചോദിക്കുമ്പോൾ വിക്രത്തിന്റെ ദേഹത്ത് മയക്കുമരുന്ന് കുത്തിവെക്കാൻ സാബു സാർ പോവാണെന്ന് കൂടെയുള്ള പോലീസുകാരൻ പറയാ. അപ്പോൾ വേദയും അങ്ങോട്ട് വരുന്നുണ്ട്. CI സാർ, ഞാൻ വിളിച്ചിട്ട് വന്നതാ. വിക്രമിനെ കൊടുക്കാൻ സാറിൻ്റെ മുറിയിൽ ഡ്രഗ്സ് ഉണ്ടെന്ന് ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഞാൻ അറിഞ്ഞു എന്ന് വേദ പറയുക. എന്തിനാ വിക്രത്തെ അറസ്റ്റ് ചെയ്തെന്ന് CI ചോദിക്കുമ്പോൾ ഡോക്യുമെന്റ്സ് ഇല്ലാതെ വണ്ടി ഓടിച്ചെന്ന് സാബു പറയുമ്പോൾ ഡോക്യുമെന്റ്സ് താൻ വാങ്ങി കത്തിച്ചതല്ലേ, അതൊക്കെ സോഷ്യൽ മീഡിയയിൽ ലൈവായി ആൾക്കാർ കാണുകയാണെന്ന് CI പറയുന്നുണ്ട്. അപ്പോൾ വേദ താൻ അവിടെ നിന്ന് പോലീസുകാർ അറിയാതെ മൊബൈലിൽ വീഡിയോ എല്ലാം എടുത്തത് ഓർത്തുകൊണ്ട് ചിരിക്കുകയാണ്. ഇത് കണ്ട് സാബു സംശയത്തോടെ വേദയെ നോക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കും. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ.